ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ജോലി തീർപ്പിക്കില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയുന്ന ഒരു പ്രൊഫഷണൽ അതറിയാത്ത പ്രൊഫഷണലിലെ ജോലി തീർപ്പിക്കും. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോ പ്രൊഫഷണലിൻ്റെയും ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പം പലർക്കും അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇന്നത് പഠിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ബാക്കിലായി പോകും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അതെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതും ഞാനൊക്കെ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈസി ആക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പം എന്തിനെക്കുറിച്ചും പറയുമ്പം അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കുകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. ഈ മെഷീൻ ലേണിംഗ് എന്താണ് ചെയ്യുന്നത്? അത് പുതിയൊരു കാര്യം പഠിച്ചെടുക്കല്ലേ ചെയ്യുക. ഇത് ഓൾറെഡി ഇൻ്റർനെറ്റിലും ഗൂഗിളിൽ അതുപോലത്തെ എല്ലാത്തിലും മറ്റും ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഈ ഡാറ്റാസിൽ നിന്നെല്ലാം ഫാക്ടറുകൾ ശേഖരിച്ചിട്ട് അതിനെ ഒന്ന് ക്രോഡീകരിക്കുക, അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ വരുത്തുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്തുക, അത് നമ്മൾ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഒരു കഴിവാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹൃദയം നമ്മൾ പറഞ്ഞു മെഷീൻ ലേണിംഗ് ആണ്. ഇതിൻ്റെ ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം എന്താണ്? അത് ഡാറ്റയാണ്. ഈ ഡാറ്റ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കി നിർത്തുക എന്നുള്ളതാണ്. ഈ ഡാറ്റ ഏറ്റവും പെർഫെക്റ്റ് ആയത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ശരിയായ ഒരു റെസ്പോൺസ് കിട്ടാൻ ആവശ്യം എന്നുള്ളത്. എത്രമാത്രം ക്വാളിറ്റി ഉള്ളൊരു ഡാറ്റയാണോ നമുക്കിവിടെ കിട്ടുന്നത് അത്രമാത്രം സ്മാർട്ടറായിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ആൽഗോരിതംസ് ആണ്. ഈ ആൽഗോരിതം ഒരു നിർദ്ദേശങ്ങളാണ്. ഈ മെഷീൻ്റെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ മുന്നോട്ട് കൊണ്ടുവരാനും അതിൻ്റെ മാതൃകകൾ കണ്ടെത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സംവിധാനമാണെന്ത്? ഈ ആൽഗോരിതം എന്ന് പറയുന്നത്. ഇന്ന് ആൽഗോരിതംസാണ് നമ്മുടെ കാര്യങ്ങൾ റൂൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഇൻപുട്സ് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആൽഗോരിതം എന്ത് ചെയ്യും? അതിനെ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. അടുത്ത ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. നമ്മളെ ബ്രെയിൻ പോലെ, നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂറോൺസൊക്കെ ചേർന്നിട്ടുള്ള ഇതുപോലൊരു നെറ്റ്വർക്ക്സാണ്. ഇതെന്തിനാ ചെയ്യുക? ഇത് നമ്മളിൽ എന്താക്കും? ഇത് നമ്മുടെ ഇമേജുകൾ, നമ്മുടെ സംഗീതങ്ങൾ, നമ്മുടെ വോയിസുകൾ, എന്തിനുപരി നമ്മുടെ വികാരങ്ങളെപ്പോലും കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ക്രോഡീകരിക്കാൻ സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ AI വെച്ചിട്ട് പാട്ടുണ്ടാക്കി. ആ പാട്ടിലേക്ക് ചില സജഷൻ കൊടുത്തപ്പം അത് ഈ മില്യൺ കണക്കിന് ഡാറ്റകളിലൂടെ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ആൽഗോരിതംസ് വെച്ച് ഡിറ്റക്റ്റ് ചെയ്ത് എന്നിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് നല്ലൊരു സംഗീതമായിട്ട് അവതരിപ്പിച്ച് തന്നു. നമ്മൾ ബാസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബാസ് കൊടുക്കും, നമ്മൾ തബല കൊടുക്കണം എന്ന് പറഞ്ഞാൽ തബല കൊടുക്കും. ഇതെല്ലാം കൊടുത്തിട്ട് നല്ലൊരു സംഗീതം എനിക്ക് ഉണ്ടാക്കി തന്നു. ചുരുക്കി പറഞ്ഞാൽ മെഷീൻ ലേണിംഗ്, ഡാറ്റ, ആൽഗോരിതംസ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഇത് നാലുകൂടിയും ചേർന്നൊരു മഹാസംഭവമാണ് നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.